ഹായ് വിവേഴ്സ്, വെൽക്കം ടു അമൃതാസ് വേൾഡ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പലാവ് അല്ലെങ്കിൽ വെജിറ്റബിൾ റൈസാണ്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന്. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുതിന ഇല, പിന്നെ പച്ചമുളക് ഒരു 5 എണ്ണം, പിന്നെ മല്ലിയിലയാണ്. അപ്പോൾ ഇത് മൂന്നും ഒന്നിച്ച് ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളെ കയ്യിൽ വെള്ളുള്ളിയും ഇഞ്ചി പേസ്റ്റ് ഇല്ലയെന്നാണെങ്കിൽ ഇതേ സമയത്ത് ഇതിനൊപ്പിട്ടിട്ട് അരച്ചെടുക്കാം. ഇനി ഞാൻ കുറച്ച് മസാല ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ 2 സ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ കുക്കിംഗ് ഓയിലും യൂസ് ചെയ്യാം. ഈ നെയ്യിലേക്ക് ഞാൻ ഈ മസാല എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ആക്കാം. ഇനി ഇതിലേക്ക് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഇതിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ സവാള കുറച്ച് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു വലിയ ടേബിൾ സ്പൂണ് ഫുള്ള് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യണം. ഇനി അതേപോലെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സർ, പുതിന, മല്ലിയില, പച്ചമുളകിൻ്റെ മിക്സറൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജാറിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി മൂത്ത് വരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പച്ച മണം പോകുന്നത് വരെ ഇത് ചൂടാവാൻ വെക്കണം. നന്നായി തിളച്ചിട്ട് കുറച്ച് കുറുകുമ്പോൾ അതിൻ്റെ പച്ചമണം പോകും. അപ്പോൾ ഇതുപോലെ ആയിട്ടാകുമ്പോൾ ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. പച്ച ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് രാവിലെ കഴുകിയെടുത്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പച്ചക്കറികളാണ്. ഇവിടെ ഞാൻ ബീൻസ്, ക്യാരറ്റ്, തക്കാളി ഇതാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ളത് കൊണ്ട് രാത്രി തന്നെ ഇത് അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് കട്ട് ചെയ്യാനുള്ള സമയമൊന്നും എടുക്കേണ്ടതില്ല രാവിലെ തന്നെ. അപ്പോൾ രാത്രി സമയം ഉണ്ടെങ്കിൽ അത് ചെയ്ത് വെക്കാം. ഇനി ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടുള്ളത്. ഇനി ഇതിന് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് എല്ലാം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇന്ത്യ ഗേറ്റ് അരി ബാസ്മതി റൈസാണ്. 2 ഗ്ലാസ് എടുത്തിട്ട് 20 മിനിറ്റ് മുമ്പ് കുതിർത്ത് വെച്ചതാണ്. ആ അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായി തിളക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക്. പക്ഷെ ഇവിടെ കുതിർത്ത അരി ആയതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി തിളക്കണം. ഇനി ഈ സമയത്ത് ലെമണിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 2-3 ഡ്രോപ്സ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായി തിളക്കണം. എന്ന് പറഞ്ഞാൽ അരിയും പച്ചക്കറികളും ഒന്നിച്ച് മിക്സ് ആവണം. ഇത് തിളക്കാതെ അടച്ച് വെച്ചാൽ അരി മുകളിലും പച്ചക്കറികൾ അടിയിലും നിൽക്കും. അപ്പോൾ അതൊന്ന് ഒന്നിച്ച് മിക്സായി ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടാണ് അടച്ചു കൊടുക്കുന്നത്. പിന്നെ 1 വിസിലായാൽ മതി. ഇവിടെ 1 വിസിലാക്കിയിട്ട് ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും എളുപ്പത്തിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. Thank you for watching.